എനർജിയുള്ള അത്താഴത്തിന് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട്, അതായത് പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു കോമ്പിനേഷനാണിത്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് രാത്രി തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്താഴത്തിൻ്റെ സമയത്ത് എണീറ്റ് വേഗം കഴിച്ചാൽ മതി. ഇതിൽ സ്വീറ്റ് പൊട്ടറ്റോയും സ്വീറ്റ് കോണും ഞാൻ സ്റ്റീം ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച വെള്ളത്തിൽ 2 എഗ്ഗ് ഇട്ടു. അപ്പോൾ അതും പുഴുങ്ങി കിട്ടി. അതിനോടൊപ്പം തന്നെ ഇതും റെഡിയായി. ഇതിൽ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് പകരം ചില ദിവസങ്ങളിൽ നേന്ത്രപ്പഴമാണ് ഞാൻ കഴിക്കാറുള്ളത്. അതും നല്ലതാണ്. ഈ സ്വീറ്റ് കോൺ, സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാ സീസണിലും അവൈലബിൾ ആണ്. സ്വീറ്റ് കോണിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. ഒരു സ്വീറ്റ് കോണിനാകെ 10 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ ഞാൻ മേടിക്കുമ്പോൾ. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഇത് തന്നെ നല്ല കഴിക്കാറ്. ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി ഇതൊക്കെ കഴിക്കാറുണ്ട്. അത്താഴത്തിനാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. എന്നാലും അധിക ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതൊക്കെയാണ് കഴിക്കാൻ ട്രൈ ചെയ്യാറുള്ളത്. പിന്നെ കുറച്ചധികം ജ്യൂസ് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ചക്കുള്ളത് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിലിപ്പോൾ 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഇതിൽ ക്യാരറ്റും വാട്ടർമെലണും പിന്നെ കുക്കുംബറും നെല്ലിക്കയും കൂടിയും ചേർത്തടിച്ചതുമാണുള്ളത്. ഇതുപോലെ ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ബോട്ടിൽസിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒട്ടും ചേഞ്ച് ആവില്ല. പിന്നെ വലിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പുറത്തെടുത്തിട്ട് കുറച്ച് ഉപയോഗിച്ച് വീണ്ടും ഫ്രിഡ്ജിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എയറുമായിട്ട് കോൺടാക്റ്റ് വന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആവാം. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊന്നും ഒട്ടും നഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ ഒരാഴ്ചക്കുള്ളത് ഇതുപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ എപ്പോഴും നല്ലത് അപ്പോൾ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നത് തന്നെയാണ്. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റ് ജ്യൂസും കൂടി കുടിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജ്യൂസാണ് ഈ ഒരു ക്യാരറ്റിൻ്റെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്ന ജ്യൂസ്. ഇതിലധികം വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ്. ഷുഗറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇതിന് ചെറിയൊരു മധുരമുണ്ട്, ആ ഒരു ക്യാരറ്റിൻ്റെ മധുരം.